നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം ശേഷിക്കെ മാവേലിക്കര മണ്ഡലത്തിൽ പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുകയാണ്. 8ാം തവണയും ലോക്സഭയിലേക്ക് വിജയക്കൊയ്ത്തിന് ഇറങ്ങിയ സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷിനെ പിടിച്ചുകെട്ടാൻ CPI ഇത്തവണ പുതുമുഖവും യുവ പോരാളിയുമായ അഡ്വക്കേറ്റ് CA അരുൺകുമാറിനെയാണ് രംഗത്തിറക്കിയത്. BJPക്കും ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ NDA സ്ഥാനാർത്ഥിയായി BDJSലെ ബൈജു കലാശാലയും കച്ചമുറുക്കിയതോടെ ഇത്തവണ മത്സരം കടുക്കുമെന്ന് തീർച്ച. അപ്പോൾ എന്തായാലും ഈ കൊടിക്കുന്നിൽ സുരേഷ് ഈ 8ാം തവണ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആലോചിക്കണേ, മണ്ഡലത്തിൽ 35 വർഷമായിട്ട് ആധിപത്യം പുലർത്തുകയാണ്. മാവേലിക്കര മണ്ഡലത്തിന് എന്തെങ്കിലും വല്ല ഗുണമുള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ചുക്കും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു MP ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോളേജിലുണ്ടായിരുന്ന കാലത്ത് സിറ്റി മണിയൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ 8ാം തവണ മത്സരിക്കുമ്പോൾ എന്തോ അങ്ങ് നേടിയെടുക്കാമെന്നുള്ള മട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അല്പ അങ്കലാപ്പിലാണ് നിൽക്കുന്നത്. പ്രീപോൾ സർവേകളിൽ പലതിൽ ഇടതുമുന്നണിക്ക് വിജയവും മുന്നേറ്റ സാധ്യതയും പ്രവചിച്ചിരിക്കെ കൊണ്ടുപിടിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ജനവിധി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള അക്ഷീണ യത്നത്തിലാണ് മുന്നണികൾ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. ഭൂമിശാസ്ത്രം പോലെ തന്നെ വൈവിധ്യം നിറഞ്ഞതാണ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മാവേലിക്കര. കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസ് കുത്തകയാക്കിയ മാവേലിക്കരയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണി ഭരണത്തിലാണ്. 3 സംസ്ഥാന മന്ത്രിമാരും മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. NSS ആസ്ഥാനമായ ചങ്ങനാശ്ശേരിയും കത്തോലിക്ക സഭയുടെ രൂപതകളും വിവിധ ക്രൈസ്തവ സഭകളുടെ ഭദ്രാസനങ്ങളും വിശ്വകർമ്മ സഭയുടെ ആസ്ഥാനം ഉൾപ്പെടുന്ന മാവേലിക്കരയുടെ ജനവിധിയിൽ അതുകൊണ്ട് തന്നെ സമുദായ സംഘടനകളുടെ ശക്തിയും സ്വാധീനവും ചെറുതല്ല. 2009 മുതൽ 19 വരെ തുടർച്ചയായി 3 തവണ കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ മാവേലിക്കരയെ പ്രതിനിധീകരിച്ചെങ്കിലും ഇടതിനോട് അയിത്തമുള്ളതായി കാണാനാകുന്നില്ല. 2004 പ്രമുഖ കോൺഗ്രസ് നേതാവും സിറ്റിംഗ് MPയുമായ ചെന്നിത്തലയെ പരാജയപ്പെടുത്തി CS സുജാതയെ ലോക്സഭയിലേക്ക് അയച്ചത് ഇവിടെ നിന്നാണ്. സംസ്ഥാനത്ത് CPIക്ക് നൽകിയിട്ടുള്ള 4 മണ്ഡലങ്ങളിൽ മുന്നണി വിജയപ്രതീക്ഷ പുലർത്തുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കരയാണ്. AICC ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളുമായ കൊടിക്കുന്നിലിനെ നേരിടാൻ അരുൺകുമാറിനെ നിയോഗിച്ചതും ഇതുകൊണ്ടാണ്. 1.5 പതിറ്റാണ്ടായി കൊടിക്കുന്നിൽ തന്നെ മാറിയും തിരിഞ്ഞും മാവേലിക്കരയിൽ മത്സരിക്കുന്നത് അണികൾക്കൊപ്പം വോട്ടർമാരിലും മടുപ്പിനും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടെന്ന് ഇടതു നിരീക്ഷണം. MP എന്ന നിലയിൽ മണ്ഡലത്തിലെ സാന്നിധ്യക്കുറവും വികസന രംഗത്തെ മുരടിപ്പുമെല്ലാം ഇക്കുറി ജനവിധി തങ്ങൾക്ക് അനുകൂലമാക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇവർ. കേന്ദ്ര സർക്കാരിനെതിരായ വിധിയെഴുത്തുന്ന നിലയിൽ വിജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. അതേസമയം കർഷക ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കരയിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയായേക്കുമെന്ന് കണക്ക് കൂട്ടുന്നവരുമുണ്ട്. തെങ്ങ്, റബ്ബർ, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ വിളകളുടെ വിലത്തകർച്ചയും അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക പരാധീനതയും ഇടതുമുന്നണിയുടെ വിജയപ്രതീക്ഷയിൽ കരുനിഴൽ വീഴ്ത്തുന്നുണ്ട്. പല വമ്പൻ നേതാക്കളെയും യുവ നേതാക്കൾ അടിതെറ്റിച്ച ചരിത്രമുള്ള മണ്ഡലം കൂടിയാണ് മാവേലിക്കര. കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവും സിറ്റിംഗ് MPയുമായിരുന്ന ചെന്നിത്തലയ്ക്ക് കാലിടറിയത് അന്ന് ഏറെക്കുറെ പുതുമുഖമായിരുന്ന CS സുജാതയ്ക്ക് മുന്നിലാണെന്നത് ശ്രദ്ധേയം. ഈ ചരിത്രം ആവർത്തിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ ഉറച്ച വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും ഈ CPIക്ക് കിട്ടാവുന്ന ഒരു വിജയമെന്ന് പറയുന്നത് ഇവിടെ നിന്നായിരിക്കും, മറ്റുള്ളിടങ്ങളിൽ ഉണ്ടാകത്തില്ല. തിരുവനന്തപുരത്ത് 3ാം സ്ഥാനത്തിലേക്ക് പോകും. വയനാട്ടിൽ നമുക്കറിയാം ആനി രാജ മത്സരിക്കുന്നു. അവിടെ രാഹുൽ ഗാന്ധിക്കാണ് എല്ലാ വിജയ സാധ്യതയും. കാരണം അവിടെ കോൺഗ്രസിൻ്റെ ഏത് കുറ്റിച്ചൂലി എന്ന് നിന്നാലും വിജയം
ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഈ തെക്കേ ഇന്ത്യയിലെ പിടികിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ വന്ന് അഭയം തേടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി. പിന്നെ തൃശ്ശൂരിലെ കാര്യം ആർക്കും ഒന്നും പറയാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അവിടെ ഏതാണ്ട് സുരേഷ് ഗോപി എടുത്ത മട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ മാവേലിക്കരയിൽ മാത്രമാണ്. പക്ഷേ CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ CPMകാര് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരിക്കലും CPMകാര് CPIയുടെ മണ്ഡലങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങാറില്ല. തിരുവനന്തപുരത്ത് അത് വളരെ കൃത്യമായ അനുഭവമാണ്. മുൻകാലങ്ങളിലും ചിറയൻകീഴ് മണ്ഡലമായിരുന്ന അവസരത്തിൽ ഇന്നത്തെ ആറ്റിങ്ങൽ, അന്ന് വർക്കല രാധാകൃഷ്ണൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്കാണ് CPM പ്രവർത്തകർ പോകുന്നത്. അങ്ങനെ CPI ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയായിരിക്കും ഇക്കുറിയും സംഭവിക്കുന്നത്. പിന്നെ കൊടിക്കുന്നിലിന് മടുത്തത് കൊണ്ട് ഇവിടെ CPIയുടെ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. കൊടിക്കുന്നിലിനെ വേണ്ടാത്തത് കൊണ്ട് ഇവിടെ CPI സ്ഥാനാർത്ഥിക്ക് സാധ്യതയുമാണ്. സിറ്റിംഗ് MP, മുതിർന്ന കോൺഗ്രസ് നേതാവ് തുടങ്ങിയ നിലകളിൽ മണ്ഡലത്തിന്റെ മുക്കും മൂലയും വരെ അറിയാവുന്ന കൊടിക്കുന്നിലിന് വോട്ടർമാരുമായുള്ള പരിചയമോ അടുപ്പോ ഇക്കുറിയും വിജയപ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് എന്ന് അവർ കണക്ക് കൂട്ടുന്നു. NSS നേതൃത്വത്തിന് കൊടിക്കുന്നിൽ സുരേഷിലുള്ള വിശ്വാസം ഗുണം ചെയ്യുമെങ്കിലും SNDPയുമായുള്ള അകൽച്ച BDJSന് വളക്കൂറുള്ള മണ്ഡലത്തിൽ പ്രശ്നമാണ്. രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങൾ വോട്ടിന് സ്വാധീനിക്കാറുണ്ട്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് വലിയ പ്രതിസന്ധി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, മണ്ഡലത്തിലെ ആവശ്യത്തിന് കേന്ദ്ര പദ്ധതികളില്ലെന്ന പോരായ്മ, ഇവയൊക്കെ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകങ്ങളാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രശ്നത്തിന്റെ പേരിലാണെങ്കിൽ പോലും വോട്ട് വിഹിതം നന്നായി വർദ്ധിപ്പിക്കാനായ NDAക്ക് ഇത്തവണ അത് കുറയാതെ നോക്കുന്നതിനൊപ്പം ഇരു മുന്നണികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന നിർണായക ശക്തിയായി മാറേണ്ടതുണ്ട്. ഈ നേരത്തെ CPIയുടെ മണ്ഡലങ്ങളിൽ CPMകാരെങ്ങനെ മാറുന്നു എന്നുള്ളത് പോലെയാണ് ഈ BDJS മത്സരിക്കുന്ന ഇടങ്ങളിലൊക്കെ BJP പ്രവർത്തകർ മറ്റിടങ്ങളിലേക്ക് പോകും. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക്, പത്തനംതിട്ടയിലേക്ക് പോകും മാവേലിക്കര മണ്ഡലത്തിലുള്ള BJP പ്രവർത്തകര്. കാരണം അവിടെ അനിൽ ആന്റണി, കേന്ദ്ര നേതൃത്വം പ്രത്യേക താല്പര്യമെടുത്തിറക്കിയിരിക്കുന്ന അനിൽ ആന്റണിയെ വിജയിപ്പിക്കുന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പിന്നെ BDJS ഈഴവ സമുദായത്തിന്റെ മുഴുവൻ വോട്ട് സമാഹരിക്കുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊടിക്കുന്നിലിന് ഇക്കുറി വലിയ ഭീഷണി തന്നെയാണ് നേരിടുന്നത്.